സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. LDFിൻ്റെ കരുത്തയായ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. ലാസ്റ്റ് മൊമെൻറ്റില്ലേ, അതായത് ഇലക്ഷൻ അത്രയും ദിവസങ്ങളുള്ളൂ. ഈ ഇലക്ഷൻ്റെ ഈ ലാസ്റ്റ് ലാപ്പിൽ നമുക്ക് ചോദിക്കാം, ഇത്രയും ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാം. ടീച്ചർ, വടകര സിറ്റി ചാനലാണ്, എങ്ങനെയുണ്ട് ആത്മവിശ്വാസം കൂടി ലാസ്റ്റ് ലാപ്പ്? തീർച്ചയായിട്ടും കാരണം വടകരയിലെ ജനങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ ജയിച്ചു വന്ന വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയുണ്ടാകും. ജനങ്ങൾക്ക് എന്നെ എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. MLA ആയപ്പോഴും മന്ത്രിയായപ്പോഴും ഒക്കെ ഞാൻ അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടൊരു പാർലമെൻറ്റ് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്യും. പിന്നെ എനിക്ക് കുഞ്ഞാവട്ടി മാഷൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള MLA മാർ കൂട്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഞങ്ങളൊരു കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ നടത്തിയല്ലോ, വടകരയിൽ ജയിച്ചു വന്നാൽ എന്തൊക്കെ ചെയ്യണം, വടകരയുടെ MP എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ പ്രശ്നങ്ങൾ ഓരോന്നായി എടുത്ത് ചെയ്യും. ഇത്രയും ജനങ്ങളെ കണ്ടു, എന്തൊക്കെ ആവശ്യങ്ങളാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞത്? കാരണം കഴിഞ്ഞ ഭരണകൂടം ചെയ്തു വെക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ ചെയ്യാത്തതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇതിൽ രണ്ട് തരത്തിലാണ് ജനങ്ങളുടെ അഭിപ്രായം. ഒന്ന്, കഴിഞ്ഞ പിണറായി സർക്കാർ മുതൽ ഈ സർക്കാർ വരെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. എന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളാണല്ലോ പറയുക. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇതാ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയാണ്, ഇത് ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കിയത് ടീച്ചർ വന്നപ്പോഴാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമുണ്ട്. ഇവിടെ ലബോറട്ടറി തുടങ്ങിയത് ടീച്ചർ വന്നപ്പോഴാണ്, ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത് ടീച്ചർ അന്ന് മന്ത്രിയായിരുന്നപ്പോഴാണെന്നെല്ലാം പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ആശുപത്രി കെട്ടിടങ്ങൾ ഇപ്പോൾ നിർമ്മാണത്തിലാണ്, അതെല്ലാം പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന്. രണ്ടാമത്തത് പാർലമെൻറ്റിൽ ഇവിടുന്ന് വിജയിപ്പിച്ചയച്ച UDFൻ്റെ MP മാർ കേരളത്തിൻ്റെ ഒരു പ്രശ്നത്തിലും പ്രതികരിച്ചില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ വല്ലാണ്ട് ഉത്കണ്ഠ അനുഭവിക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്നതിന് പാർലമെൻറ്റിൽ അവരിടപെടണ്ടേ, ജനങ്ങളുടെ നാക്കാവണ്ടേ. സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്യുമ്പോൾ പോലും അനങ്ങിയില്ല, മിണ്ടാതിരുന്നു. അപ്പോൾ അതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ കഴിയുന്നവരെ ഇക്കുറി ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പലയിടത്തും ജനങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ടീച്ചറെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആദ്യമേ ഇത്രയും ആൾക്കൂട്ടം ആവാഹിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയാണ്. അവരെവിടെ പോകുമ്പോൾ ആൾക്കൂട്ടമാണ്. ഇപ്പോൾ തന്നെ ഈ ലോനാർകാവിലായിരുന്നു അവരുടെ പര്യടനം. ആവേശകരമായ ജനങ്ങളും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവരെ ആനയിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ. ഇതുപോലെ കലാപരിപാടികൾ നല്ലൊരു ഓളം തീർത്തുകൊണ്ടാണ് ശൈല ടീച്ചർ പര്യടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൈബർ ആക്രമണം ലാസ്റ്റ് മുമ്പില്ല. അത് നമ്മുടെ പിന്തുണ കൂടി വരുന്നു എന്ന് കാണുമ്പോൾ ഉള്ള അസഹ്യതയാണ്. പക്ഷെ അത് അവർക്കെതിരായിട്ടേ വരുള്ളൂ അങ്ങനെ കളിച്ചാൽ. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അർദ്ധസൈനികരെ വേണം ഓരോ പോളിംഗ് ബൂത്തിൽ. അതിപ്പോൾ ഈ സൈബർ ബുള്ളിങ് വന്നപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായി. കാരണം ഞാൻ വസ്തുത കാണിച്ചിട്ടാണല്ലോ പറയുന്നത്. ഇതാ ഈ പേജ് മാതൃഭൂമിയുടേതെല്ലാം മാതൃഭൂമി നിഷേധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ അവർ എല്ലാം അത് നിഷേധിച്ചു. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അതിന് വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് തെരഞ്ഞെടുപ്പും കൂടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബൂത്ത് മറ്റേ കാര്യം എന്ന് പറഞ്ഞിട്ട് വന്നത് അവർ കൊടുത്തോട്ടെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. ഈ ലാസ്റ്റ് ലാപ്പ് ആയി എന്താണ് ആത്മവിശ്വാസം കൂടി, എന്താണ് ഇപ്പോൾ പറയാം? യെസ്,
വമ്പിച്ച രൂപത്തിലുള്ള ബഹുജന മുന്നേറ്റമാണ് ഓരോ കേന്ദ്രത്തിലുമുള്ളത്. ഈ ലോകനാർഗാവിലെ ജനക്കൂട്ടത്തെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യമാകും. കള്ളപ്രചാര വേലകളും അപവാദ പ്രചരണങ്ങളും കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിനെ തെറ്റിക്കാൻ കഴിയില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ അതിനേക്കാളുപരിയായി ഒരു വനിതാ നേതാവിനെ ബഹുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. കേട്ടാൽ അറക്കുന്ന തെറിയഭിഷേകങ്ങൾ, ടീച്ചറെ പടം മാറ്റിമറിച്ചുകൊണ്ട് വളരെ അശ്ലീലമായ ചിത്രമായി പ്രദർശിപ്പിക്കുന്നു. മതപണ്ഡിതന്മാരെ പോലും കൂട്ടുപിടിച്ചുകൊണ്ടും കള്ളപ്രചാര വേലകൾ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇതിനർത്ഥം എന്ത് നെറികെട്ട പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ വടകരയിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഒരുപാട് സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നടുവിലൂടെ ഉയർന്നു വന്നവരാണവർ. തീർച്ചയായും ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. ടീച്ചറെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും.